അപ്പോൾ NTPCയുടെ ഈ കഴിഞ്ഞ ഷിഫ്റ്റുകളിലായിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ഏത് രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഇതിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണെന്നുള്ള കാര്യം നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നോക്കിയിട്ട് പോകാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റുഡൻസിൻ്റെന്നും അതുപോലെ തന്നെ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൊരു ടോപ്പിക്കിൻ്റെ ലിസ്റ്റാണ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വിശദമായിട്ട് തന്നെ ബാക്കി വരുന്നിട്ടുള്ള റിവ്യൂസ് എടുത്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ടോപ്പിക്സ് ചോദിച്ചു എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റുകളിൽ എന്തൊക്കെ ടോപ്പിക്സ് എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ റീസണിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസണിങ്ങിലേക്ക് നോക്കി കഴിയുമ്പോൾ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സർക്കിൾ ബേസ്ഡ് സിറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഏകദേശം 2-3 ക്വസ്റ്റ്യൻസ് ആ ഒരു ടൈപ്പിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പറഞ്ഞത്, നമുക്കറിയാം NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് ചെറിയൊരു ഡിഫിക്കൽട്ടി ലെവൽ മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇതേ ഡിഫിക്കൽട്ടി ലെവലിന്റെ ഒരു ചേഞ്ച് തന്നെയാണ് NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ചെറിയൊരു പാറ്റേണിൽ ഒരു കുഞ്ഞ് പൊടിക്കൊരു ഡിഫിക്കൽട്ടി ഇട്ടുകൊണ്ട് നമുക്ക് സമയം ഇത്തിരി കൂട്ടുന്ന രീതിയിലായിരുന്നു അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതേ ഒരു പാറ്റേൺ തന്നെ ഒരു പൊടിക്ക് ഡിഫിക്കൽട്ടി കുറച്ച്, എന്നാൽ അതേ രീതിക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ബ്ലഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 2-3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിച്ചത്. പിന്നെ പേഴ്സൺസ് ഫ്ലോർ ബേസ്ഡ് ഒരു 7 പേഴ്സൺസിന്റെ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്ക ഷിഫ്റ്റുകളിലും. ഇനി ലെറ്റർ ബേസ് അനലോഗ് ചെയ്യുന്ന ഒരു 3 ക്വസ്റ്റ്യൻസോളം പറയുന്നുണ്ട്. നമ്പർ ബേസ് അനലോഗ് ചെയ്യുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു. ആൽഫ ന്യൂമറിക് സീരീസിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻസോളം ചോദിച്ചതായിട്ട് പറയുന്നുണ്ട് ഷിഫ്റ്റുകളിൽ. റാങ്കിങ് ബേസ്ഡ് ഒരു 2 ക്വസ്റ്റ്യൻസോളം ചോദിച്ചായിട്ട് പറയുന്നുണ്ട്. ബോർഡ് മാസ് ഒരു 2 ക്വസ്റ്റ്യൻസോളം ചോദിച്ചായിട്ട് പറയുന്നുണ്ട്. ഡയറക്ഷനിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസോളം ചോദിച്ചായിട്ട് പറയുന്നുണ്ട്. നമ്പർ സീരീസിന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വെൻ ഡയഗ്രാം അല്ലെങ്കിൽ സില്ലോജിസിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചായിട്ട് പറയുന്നുണ്ട്. റീസണിങ്ങിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികൾ. ആസ് യൂഷ്വൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടുകളാണെന്നൊന്നും പറയുന്നില്ല. 1-2 ക്വസ്റ്റ്യൻസ് ഇത്തിരി സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ RRBയുടെ യൂഷ്വൽ NTPC പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻസ് പോയേക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും അവർ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി അടുത്തതാണ് GK ആണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു ഷിഫ്റ്റിലെ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പല ഷിഫ്റ്റുകളിൽ കാണാനായിട്ട് പറ്റുന്നത്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുന്നത്. സോ ഞാൻ മാക്സിമം GKയിലുള്ള ഈ ടോപ്പിക്സിൻ്റെ ഒക്കെ നോട്ടുകൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അതായത് ഈ ചോദിച്ചുള്ള ടോപ്പിക്സിൻ്റെ മാത്രം നോട്ടുകൾ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്തായാലും ഇട്ടേക്കാം. ഓക്കെ. ഇനി കറണ്ട് അഫയർ നോക്കുമ്പോൾ ഒരു 10-11 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയറിൽ നിന്ന് ചോദിച്ചായിട്ടാണ് മിക്കവരും പറയുന്നത്. 10-11 ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയറിൽ നിന്ന് ചോദിച്ചായിട്ട് പറയുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു വർഷത്തെ, അതായത് ഈ കഴിഞ്ഞ 2025-ലും അതുപോലെ തന്നെ ഈ 2026-ലെ സ്റ്റാർട്ടിങ്ങിൽ ഇതുവരെയുള്ള മാസങ്ങളിലെ ഒരു മാർച്ച് മാസം വരെയുള്ള കറണ്ട് അഫയർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോക്കോ. അത് തന്നെയാണ് കറണ്ട് അഫയറിൽ ചോദിച്ചേക്കുന്നത്. ആസ് യൂഷ്വൽ കറണ്ട് അഫയറിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. അതേ ടോപ്പിക്കിൽ തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 1-2 എണ്ണം കണ്ടതായിട്ട് പല ഷിഫ്റ്റുകളിലും പറഞ്ഞു കേട്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ എലിമിനേഷനിലൂടെയൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഓപ്ഷൻ എലിമിനേഷൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ വേണമെങ്കിൽ 1-2 എണ്ണം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് കുറേയൊക്കെ എലിമിനേഷൻ ടെക്നിക്സിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഗ്രാജുവേറ്റ് ലെവലിലും ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു NTPCക്ക്. ഇനി നോർത്തേൺ പ്ലെയിൻസ് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. മിറാഷ് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും പ്രിയാമ്പിളിൽ നിന്നും അമെൻമെന്റ്സും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അമെൻമെന്റ്സിന്റെ ആർട്ടിക്കിൾ നമ്പറും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 73-ും 74-ഉം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 86-ഉം ചോദിച്ചതായിട്ട് പറയുന്നുണ്ട് അമെൻമെന്റ്സ്. ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ നോക്കി കഴിഞ്ഞാൽ ഡെസിഡിയസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ആ ഒരു കാറ്റഗറി ഓഫ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. പിന്നെ വേൾഡ് വാർ 2 ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വേൾഡ് വാർ 2 ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചേക്കുന്നത്. ഒന്ന് യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കംപ്ലീറ്റ്ലി വേൾഡ് ഹിസ്റ്ററി എന്നും പറഞ്ഞ് ആരും ഇരുന്ന് പഠിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് യുക്തി ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വേൾഡ് വാർ 2 ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി 42nd അമെൻമെന്റ് ആക്ടിൽ എന്തൊക്കെ വേർഡ്സ് ആണ് ആഡ് ചെയ്തതെന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പെയിന്റിംഗ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആർട്ടിക്കിൾ 44 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂണിഫോം സിവിൽ കോഡ്. പിന്നെ കമ്പ്യൂട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഷോർട്ട് കട്ട് കീസുമായിട്ട് ബന്ധപ്പെട്ട്, ആസ് യൂഷ്വൽ നമ്മളെല്ലാ കമ്പ്യൂട്ടർ ക്ലാസ്സിലും ഡീൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബേസിക്കലി അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കമ്പ്യൂട്ടറിൽ നിന്നുണ്ടായിരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ഫെസ്റ്റിവൽസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫെസ്റ്റിവൽസ് എന്തായാലും നമുക്ക് ഒഴിവാക്കി വിടാനായിട്ട് പറ്റില്ല. സോ ഏത് ഫെസ്റ്റിവലൊക്കെയാണ് ചോദിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ പെയിന്റിംഗ് ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് റിസർച്ച് നടത്തിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പോയിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നോട്ടും ഞാൻ മാക്സിമം ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടേക്കാം. ഇനി ഗവൺമെന്റ് സ്കീംസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാറ്റേണിൽ വലിയ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഗവർണർ ഇമ്പോർട്ടന്റ് ആണ്. ഗവർണറിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്കുള്ള ഷിഫ്റ്റുകളിൽ ഗവർണറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ പഞ്ചായത്ത് രാജിന്റെ വളരെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ
പഞ്ചായത്ത് രാജിന്റെ പാസ് ആയിട്ടുള്ള ഇയർ, ഡേറ്റ്, പ്രൈം മിനിസ്റ്റർ, അങ്ങനെ പല ഡീറ്റെയിലുള്ള രീതിയിലാണ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി രണ്ടും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടും ചോദിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഞ്ചായത്ത് രാജ് നോക്കിയിട്ട് പോക്കുക. കാരണം എല്ലാ ഷിഫ്റ്റുകളിലും എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായിരുന്നു. ബ്രഹ്മപുത്ര റിവറുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ തെർമൽ പവർ പ്ലാന്റ്സ് ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് GK നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. GK ഓവറോൾ പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞത് കുറച്ച് ടഫ് ചിലർക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് രണ്ട് ഷിഫ്റ്റുകളിലെ ചിലർ ആൾക്കാർ പറഞ്ഞത് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്ത് വന്നു. അതേ ഷിഫ്റ്റിൽ തന്നെ കുറച്ച് പേര് പറഞ്ഞു വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. മേ ബി അവർ കറണ്ട് അഫയർ ഒക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടായിരിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി ഹിസ്റ്ററി ബേസ് ചെയ്താണ്. ഹിസ്റ്ററി വളരെ ഡീപ്പായിട്ട് ചോദിച്ചുകൊണ്ട് തന്നെ മിക്കവരും സ്കിപ്പ് അടിച്ചായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ ഹിസ്റ്ററി നമുക്ക് മാക്സിമം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതെന്നൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം ഞാനൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി മാത്തമാറ്റിക്സ് ബേസ് ചെയ്ത് പറയാനായിട്ടാണെങ്കിൽ മാത്തമാറ്റിക്സ് കുറച്ച് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിട്ടാണ് പറഞ്ഞത്. അതായത് ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു 25 ക്വസ്റ്റ്യൻസിൽ ഒരു 5 ക്വസ്റ്റ്യനോളം നല്ല പണി പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കുറേ പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് നോക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ആസ് യൂഷ്വൽ പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പെർസെൻറ്റേജിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ടൈം ആൻഡ് വർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെ എല്ലാ ഭാഗവും. ഉദാഹരണത്തിന് പാർട്ട്ണർഷിപ്പ് ഒക്കെ നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരെ പാർട്ട്ണർഷിപ്പിൽ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയും അതും ഒരു ഇത്തിരി ടഫായിട്ടായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ആവറേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മെൻസുറേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കവർ ചെയ്ത രീതിയിലാണ് ഷിഫ്റ്റുകളിൽ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ അറബി പാറ്റേൺ പ്രകാരം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്, നല്ല രീതിക്ക് നിങ്ങളുടെ സമയവും കളയും, ഇച്ചിരി ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ മോഡറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. മോഡറേറ്റിൻ്റെ ഡിഫിക്കൽട്ടിയുടെയും ഇടയിലായിരുന്നു മാത്സ് ഇതുവരെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ NTPC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് ഗ്രൂപ്പ് ഡിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ഒരു 90 days ക്രാഷ് ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രയോറിറ്റൈസ് ചെയ്തും പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയിൽ ക്രാഷ് ബാച്ച് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ക്രാഷ് ബാച്ചിൻ്റെ ഭാഗമാവാനായിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ, അതല്ല ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ NTPC ആയിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് കേന്ദ്ര ഗവൺമെൻറ് എക്സാമിനേഷന് വേണ്ടിയിട്ടും ഫ്രീ മെൻറ്റർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്നുകൂടി പറയാണ് ജോയിൻ ചെയ്ത് വെച്ചോ. കാരണം ഇതിൻ്റെ നോട്ടൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ഈ PPT ഞാൻ വേണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്തേക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടാനുണ്ട് എന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചോ, അതല്ലെങ്കിൽ നമ്മളുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ടിരുന്നാൽ മതി. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അതിലൊന്നും ആരും ഒരു മടിയും വിചാരിക്കേണ്ട. നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ NTPCയുടെ കംപ്ലീറ്റ്ലി മാക്സിമം നമുക്ക് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ചാനൽ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചോടാ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ NTPC എക്സാമിനേഷൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഒരുപാട് ടെൻഷനും പ്രഷറൊന്നും അടിക്കരുത്. നിങ്ങൾ അത്യാവശ്യം ഒരു 80% ഒക്കെ പ്രോപ്പറായിട്ടാണ് പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ഒറ്റ കാര്യം ആലോചിച്ചേക്കുക, നമ്മുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും. അതായത് ഏത് വിധേനയും കണ്ടെത്തും, കോപ്പി അടിക്കാന്നല്ല ഉദ്ദേശിച്ചത്, ഏത് വിധേനയും ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സോൾവ് ചെയ്യാൻ നോക്കും. എനിക്ക് തീരെ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് സമയം കളയുന്നുണ്ട് എന്നാണെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് അടിച്ചു പോകും. അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ഒരു സേഫ് അറ്റംപ്റ്റ് പറയാനായിട്ടാണെങ്കിൽ ഒരു 80+ ഒക്കെ കുറേ പേര് സേഫ് അറ്റംപ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ചിലർ 85+ പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊരു 85+ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിക്ക് കട്ട് ഓഫ് വരുള്ളൂ. സോ ഒരു 85+ ഒക്കെ ആയിരിക്കും ബെറ്റർ. ഒരു 85+ എങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് പോരാ. അല്ലെങ്കിൽ നിങ്ങൾ 70+ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നുകൊണ്ടും സാർ ഇത്ര സ്കോറേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് 60+ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കയറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കയറിയിരുന്നു. അപ്പോൾ അതൊരു മിനിമം അറ്റംപ്റ്റെങ്കിലും കൊടുത്തിട്ട് വരാം. കാരണം മിനിമം അറ്റംപ്റ്റെങ്കിലും കൊടുക്കാതെ വന്നിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ 70+ കറക്റ്റ് എത്ര 100% ഷുവർട്ടിയോട് കുത്തിയാലും ശരി എവിടെയെങ്കിലുമൊക്കെ നെഗറ്റീവ് വരും. അപ്പോൾ അത് ഒരു ജസ്റ്റിനാണെങ്കിൽ ഒരു കട്ട് ഓഫ് മിസ്സാവാൻ സാധ്യതയുണ്ട്. സോ ഒരു 80+ എങ്കിലും ഏറ്റവും കുറഞ്ഞത് അറ്റംപ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഇറങ്ങി വരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് GKയിലുള്ള ടോപ്പിക്സ് ഒക്കെ കുറച്ച് സ്ട്രെസ് ചെയ്ത് നോക്കിക്കോ, എസ്പെഷ്യലി ഗവർണർ, പഞ്ചായത്ത് രാജൊക്കെ. അതിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായിട്ട് ഒറ്റ ടോപ്പിക്സുകളുമായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു, ബൈ ബൈ, ആൻഡ് എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും പോയി തകർത്തിട്ട് വാ.